ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് വളരെ നിരാശയാകുന്ന ന്യൂസാണ് പുറത്തു വരുന്നത്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടാണ്. എല്ലാവർക്കും അറിയാം, മെസ്സി വരുന്നു എന്ന് പറഞ്ഞിട്ട് അവരവിടെയുള്ള സീറ്റും കാര്യങ്ങളൊക്കെ പൊളിച്ചടക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു. റിനോവേഷൻ കാര്യങ്ങൾ, കോടികൾ ഇറക്കി റിനോവേഷൻ കാര്യങ്ങൾ നടത്താൻ പോകുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ എന്നാൽ മെസ്സി വരുന്നില്ല എന്ന് ആ ന്യൂസ് വന്നതോടുകൂടി അവിടുത്തെ പണിയൊക്കെ സ്ലോ ആയിട്ടുണ്ട്. നമ്മുടെ ISL ഒക്കെ തുടങ്ങുമ്പോഴത്തേക്ക് റെഡി ആവില്ല എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു സ്റ്റേഡിയം നോക്കേണ്ടി വരുമെന്ന രീതിയിലാണ് ഇപ്പോൾ ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. IFT ന്യൂസ് മീഡിയയുടെ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് വരും സീസണിൽ നമ്മളെ കേരളം തന്നെ വിട്ടു പോവുകയാണ്. കേരളത്തിൽ എല്ലാവർക്കും അറിയാം. പിന്നെ ഉള്ള സ്റ്റേഡിയം നോക്കുകയാണെങ്കിൽ കോഴിക്കോട് EMS സ്റ്റേഡിയം, അതുപോലെ മഞ്ചേരി സ്റ്റേഡിയമൊക്കെയാണുള്ളത്. അപ്പോൾ അതിൽ കോഴിക്കോട് EMS സ്റ്റേഡിയവും റിനോവേഷൻ നടക്കാൻ പോവുകയാണ്. അവിടെ എങ്ങനെയാലും നമുക്ക് കളികൾ നടക്കില്ല. പിന്നെ മഞ്ചേരി സ്റ്റേഡിയം ഒരു ISL സ്റ്റാൻഡേർഡിന് പറ്റിയൊരു സ്റ്റേഡിയം അല്ല. അപ്പോൾ അവിടെയും ചാൻസുകളില്ല. ഇനി മറ്റേ നോക്കുകയാണെങ്കിൽ കേരളം വിട്ടുപോകും എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ IFT ന്യൂസ് മീഡിയ ലേറ്റസ്റ്റ് ആയിട്ട് റിപ്പോർട്ട്. അവർ അത്ര റിലയബിൾ ആണോ ചോദിച്ചാൽ റിലയബിൾ ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തു വിടുന്ന ഒരു മാധ്യമമാണ്. അപ്പോൾ അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് അഹമ്മദാബാദിലേക്കോ അതോ പൂനെയിലേക്കോ ഹൈദരാബാദ് എന്നീ ഇതിലേക്കൊക്കെ മാറിയേക്കാം എന്നുള്ള ന്യൂസൊക്കെയാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ എന്തായാലും ഇതൊരു വലിയൊരു തിരിച്ചടിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച്. എല്ലാവർക്കും അറിയാം, അത്രയും ആൾക്കാർ വന്ന് കളിയാണെന്ന ഒരു മത്സരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ. അതും കൊച്ചിയിൽ അത്രയും വലിയൊരു ഇവൻ്റാണ് നടക്കാറുള്ളത് ബ്ലാസ്റ്റേഴ്സ് മത്സരങ്ങൾ ഉണ്ടാകുന്ന ടൈമിലൊക്കെ. അങ്ങനെ ഇത്രയും വലിയൊരു ഫാൻ ബേസ് ഉള്ള ഒരു ക്ലബിന് ഇതൊരു വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. കൊച്ചിയിൽ നിന്ന് പോവുക എന്നുള്ളത്, ആ ഒരു ഹോം ഗ്രൗണ്ട്, അതൊക്കെ ഒരു വേറൊരു ഫീലാണ് നമ്മളെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച്. ഇതൊരു വലിയൊരു തിരിച്ചടിയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കിട്ടിയിട്ടുള്ളത്. ഒന്നുമില്ല, ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ച് ഗ്രൗണ്ട് പോയും ചെയ്തു എന്ന രീതിയിലാണ്. എന്തായാലും അവർ ആ ടൈം ആകുമ്പോൾ ഇനി റെഡി ആക്കും. എങ്ങനെയായാലും എല്ലാ രീതിയിലും പ്രഷർ നല്ല രീതിയിൽ വരുന്നുണ്ട്. പല മാധ്യമങ്ങളും അവർക്കിട്ട് നല്ല രീതിയിൽ കൊട്ടുന്നുണ്ട്. പിന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഇതിനെതിരെ ബ്ലാസ്റ്റേഴ്സ് മഞ്ഞപ്പടമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കണം എന്നാണ് പറയാനുള്ളത്. എന്നാലും എന്തെങ്കിലുമൊക്കെ എല്ലാ രീതിയിലും പ്രഷർ ചെയ്താൽ ഒരു പക്ഷേ റെഡിയാക്കി എടുത്തേക്കാം. അതിനുള്ള ചാൻസും ഇല്ലാതില്ല. അങ്ങനെ റെഡിയായി വരട്ടെ, അല്ലെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു അടിയാണത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാത്തവരേക്കും ബൈ.